അത് ഇനിയിപ്പോൾ ആരൊക്കെ പേരിൽ ആ കേസ് വരും എന്നറിയില്ല. പോലീസ് വാഹനം തടഞ്ഞു, അതുകൊണ്ടാണോ പോലീസ് വാഹനം തടഞ്ഞു പറഞ്ഞാൽ അവർ ആവശ്യപ്പെട്ടത് ഞാനും കേട്ടതാണ്, ആ ഇരുട്ട് മുറിയിൽ ലൈറ്റ് ഫാൻ ഇട്ട് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. അതുപോലും ചെയ്യാതെ പോലീസ് ആ ഇരുട്ട് മുറിയിലിട്ട് ബാക്ക് ഡോർ വഴി കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഇത് ശരിക്കും പോലീസ് ഗുണ്ടായിസം കാണിച്ചതാണ്. ഇത് ശരിയല്ല, എഗെയിൻസ്റ്റ് ലോ ആണ്. ഒക്കെ ആയിക്കോട്ടെ, ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആളായിക്കോട്ടെ, ഒക്കെ ആയിക്കോട്ടെ, പക്ഷെ ചെയ്തത് ശരിയല്ല. പക്ഷെ അതൊരിക്കലും പോലീസ് വാഹനം തടഞ്ഞതിനെ ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ അക്രമത്തെ ന്യായീകരിച്ചോ അല്ല. പക്ഷേ ഞങ്ങളൊക്കെ ശ്രമിച്ചത് ഒരാൾക്ക്, കുറ്റാരോപിതനായ ഒരാൾക്ക് കിട്ടേണ്ട മിനിമം പരിരക്ഷ, നിയമപരിരക്ഷ കിട്ടണം. അത് ഇന്ന് കിട്ടിയിട്ടില്ല, അത്രയേ പറയാനുള്ളൂ. അതായത് സുഹൃത്തെ, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കോടതിയിൽ നിന്ന് വിധി കേൾക്കുന്നതിന് മുന്നേ തന്നെ ആള് BP കുറഞ്ഞ് ഡൗൺ ആണ്. വിധി കേട്ട ഉടനെ ആളവിടെ ഫേഡായി വീണപ്പോൾ പോലീസുകാർ നാരങ്ങ വെള്ളം കൊണ്ട് കൊടുത്ത് ഒതുക്കാൻ നോക്കി. അപ്പോൾ നാരങ്ങ വെള്ളം പോരാ, ഞങ്ങൾ സബ്മിഷൻ പറഞ്ഞു കോടതിയിൽ, ജില്ലാ മെഡിക്കൽ ഓഫീസറെ കാണിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ എന്നുള്ളത്. അങ്ങനെ കോടതി അത് ഉത്തരവാക്കി. അത് പേരിന് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. 4 പോലീസുകാർ ആരും കയറ്റാതെ ഡോക്ടറോട് സംസാരിച്ചു. അതായത് അവർക്ക് ആവശ്യം ഇന്ന് അവിടെ കൊണ്ട് ജയിലിൽ അടയ്ക്കുക എന്നുള്ളതാണ്. അത് ആരുടെ നടപടിയാണ് എന്താണെന്നൊന്നും അറിയില്ല. കൃത്യമായി പരിശോധനകൾ നടന്നിട്ടില്ലേ? കൃത്യമായി പരിശോധന നടന്നോന്ന് വെച്ചാൽ ഞങ്ങൾ കയറി രണ്ടാമത്, അതായത് കച്ചറ ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സംസാരിക്കട്ടെ എന്നാണ് വക്കീൽ നിലയ്ക്ക് ഞാൻ ഡോക്ടറോട് സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ ചെറിയൊരു വേരിയേഷനെ കണ്ടിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ പരിശോധനയ്ക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ അതല്ല വിഷയം, അവിടെ ഇരുട്ട് മുറിയിലാണ് അടച്ചിട്ടിരിക്കുന്നത് പറഞ്ഞു. അത് നോക്കാൻ ഡോക്ടർ ഓടി വരുന്ന സമയം കൊണ്ട് ഇപ്പുറത്തെ ഡോർ തുറന്ന് ഓടിക്കൊണ്ട് കളഞ്ഞു. അത് ശരിയുള്ള ഏർപ്പാടല്ല. ഡോക്ടർക്ക് നോക്കാനുള്ള സാവകാശം അവർ കൊടുത്തില്ല. ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് അവർ വ്യക്തമാക്കിയേ പറ്റൂ. ഇപ്പോൾ ആരോഗ്യസ്ഥിതി എന്താണ് അറിയില്ല, ആർക്കും അറിയില്ല. ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലക്ക് എന്നോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ബന്ധുക്കളോടോ ആരോടോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നില അറിയില്ല. പിന്നെ എന്തിനു തിരക്കപ്പെട്ട് കൊണ്ട് ഇന്നെന്താ എപ്പം കൊണ്ടായാലും അവിടെ ആക്കിക്കൂടെ? വാഹനം തടയാൻ എന്ന് പറഞ്ഞാലുണ്ട്, പ്രകോപനപരമായി തടയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ന്യായീകരിക്കില്ല. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താ വെച്ചാൽ ഇരുട്ട് മുറിയിൽ അടച്ചിട്ട്, നിങ്ങൾക്കിപ്പോൾ ശ്രദ്ധിച്ചാൽ കാണാം, അല്ലെങ്കിൽ ആ റൂം ഇപ്പോഴും നോക്കിയാൽ കാണാം, അത് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാം, അതിനകത്ത് ലൈറ്റില്ല, ഫാനില്ല. ആ റൂമിലാണ് നെഞ്ഞുവേന വന്ന ഒരാളെ 15 മിനിറ്റോളം ഇരുത്തിയത്. എന്നിട്ട് ഡോക്ടറെ വിളിച്ച് കൊണ്ടുവന്ന് രണ്ടാമത് ECG എടുക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഒരു വഴിക്ക് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനാണ് എതിരാണ് ഞങ്ങൾ പറയുന്നത്.